നമസ്കാരം. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ എങ്ങനെയാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇത് തുടക്കക്കാർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു പിടി ചെറിയുള്ളി ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉണ്ടെങ്കിൽ ഒരു 15 എണ്ണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയുള്ളി ചേർത്ത് കൊടുത്താൽ കറിക്ക് അല്പം കൂടി ടേസ്റ്റ് കൂടും. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 2 തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 3 ചെറിയ സവാള അല്ലെങ്കിൽ 2 വലിയ സവാള ചെറുതായിട്ട് സ്ലൈസ് ആക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടണം. വഴന്ന് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയുമാണ് ചേർത്ത് കൊടുത്തത്. ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവയെല്ലാം എത്ര നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഈ കാണുന്ന സ്പൂണിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 3 സ്പൂൺ ചിക്കൻ മസാല എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ മസാലയുടെ പച്ചമണമെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വിനാഗിരി ഇട്ടാണ് ചിക്കൻ കഴുകിയെടുക്കുന്നത്. വിനാഗിരി ചേർത്ത് അല്പസമയം വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാറാണ് പതിവ്. അപ്പം അങ്ങനെയുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാല പിടിക്കുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അധികം എരിവ് വേണമെന്നുള്ളവർ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉരുളി ഉപയോഗിച്ചത് കൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. അടിക്ക് പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാനിൽ തയ്യാറാക്കുകയാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അല്പം മല്ലിയില ഇതിലേക്ക് തൂക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, മല്ലിയില ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.